മായന്നൂർ പെട്രോൾ പമ്പിന് സമീപം വിശ്വസ്തമായ ചികിത്സാ സേവനം ഉറപ്പാക്കിക്കൊണ്ട് ചെറുവത്തൂർ മെഡിക്ലിനിക് വിപുലമായ സൗകര്യങ്ങളുമായി ജനങ്ങളിലേക്ക്. ഉദരരോഗം, ത്വക്ക് രോഗം, ഗൈനക്കോളജി, യൂറോളജി, ശിശുരോഗ വിഭാഗം, ഡയബറ്റോളജി, ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങിയ വിഭാഗങ്ങളിൽ പ്രമുഖ ഡോക്ടർമാരുടെ കൺസൾട്ടേഷൻ നിശ്ചിത ദിവസങ്ങളിൽ ഉണ്ടാകും. രാവിലെ 6:30 മുതൽ രാത്രി 9:30 വരെ പ്രവർത്തിക്കുന്ന ക്ലിനിക്കിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ഹോം ഡെലിവറി സൗകര്യത്തോടെ ലഭിക്കും. കുറഞ്ഞ ചെലവിൽ ലാബ് പരിശോധനകൾക്ക് പുറമെ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സേവനം വീടുകളിലേക്കും ലഭ്യമാണ്. ചെറുവത്തൂർ മെഡിക്ലിനിക്, മായന്നൂർ. തിരുവില്വാമല ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ മലയാളത്തിന്റെ നിത്യഹരിത നായകൻ പ്രേം നസീറിന്റെ 100ാമത് പിറന്നാൾ ആഘോഷം സംഗീത സാന്ദ്രമായി സംഘടിപ്പിച്ചു. തിരുവില്ലാമല ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ നിത്യഹരിത നസീർ അറ്റ് 100 എന്ന പേരിൽ പ്രേം നസീറിന്റെ 100ാം പിറന്നാൾ ആഘോഷിച്ചു. നടൻ എന്നതിലുപരി നസീർ എന്ന മനുഷ്യന്റെ നന്മകളെക്കുറിച്ചും ജീവിതശൈലിയെക്കുറിച്ചും AP ശ്രീകുമാർ നടത്തിയ പ്രഭാഷണം ശ്രദ്ധേയമായി. 2026 നമ്മൾ ഏറ്റവും അധികം കേട്ടിട്ടുള്ള ഒരു വാക്ക് വിസ്മയമാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റും എന്ന നിലയ്ക്ക് ഏറ്റവും അധികം കേട്ടിട്ടുള്ള വാക്ക് വിസ്മയമാണ്. ഒരു കക്ഷിക്ക് വേണ്ടി തൻ്റെ ജീവിതം അത്രയും ഒഴിഞ്ഞു വെച്ച ഒരാള് പെട്ടെന്ന് ഒരു പദവിക്ക് വേണ്ടി തനിക്കിനി ഇവിടെ ഒരു സ്ഥാനമില്ല എന്ന് തോന്നുമ്പോൾ അടുത്ത കക്ഷിയിലേക്ക് പോകും. A എന്ന് പറയുന്ന കക്ഷിയിൽ നിന്ന് അയാൾ B എന്ന കക്ഷിയിലേക്ക് ചാടും. Bയിൽ നിന്നും Cയിലേക്കും Cയിൽ നിന്ന് Aയിലേക്കും ഇങ്ങനെ ഒരു ത്രികോണ നിർമ്മിതി പോലെ ചാടിക്കൊണ്ടേയിരിക്കും. ഈ ചാട്ടത്തിന് 2026 കൊടുത്തിട്ടുള്ള പേര് വിസ്മയം എന്നാണ്. പ്രേം നസീറിന്റെ വിസ്മയവും 2026 വിസ്മയങ്ങളും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. ഈ വിസ്മയത്തിന് അതിനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇന്ന് കണ്ട ഇപ്പൊ ഏറ്റവും ഒടുക്കം ഞാൻ പറഞ്ഞ വിസ്മയത്തിന് വായനശാല പ്രസിഡന്റ് KP ഉമാശങ്കർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ദിനവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി സംഘടിപ്പിക്കണമെന്ന് വായനശാല കമ്മിറ്റി ആലോചിച്ചു. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിവിധ തിരക്കുകൾ അതുമൂലം നിശ്ചയിച്ച രീതിയിൽ നടത്താൻ കഴിയാതെ പോയി. പിന്നീട് മാറ്റിവെച്ച ഒരു ദിവസമാണ് ഇന്ന്. പുതിയ തലമുറക്ക് പ്രേം നസീർ എന്ന ആ തുല്യ കലാകാരനെ സംബന്ധിച്ചപ്പോൾ എത്ര കണ്ട് അറിയും അല്ലെങ്കിൽ അവരുടെ ഓർമ്മയിലുണ്ടാകും എന്ന് നമുക്ക് പറയാൻ കഴിയും. സെക്രട്ടറി ബാബു പരശുറാം, ജോയിന്റ് സെക്രട്ടറി സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന സംഗീത സായാഹ്നം ഗൃഹാതുര സ്മരണകൾ ഉണർത്തുന്നതായിരുന്നു. ബീന മനോജിന്റെ അവതരണത്തിൽ സതീശൻ തിരുവില്ലാമല, സർഗൻ രാജൻ, ഗോകുൽ, ഹരികരൻ, സുരേഷ് ബാബു, ഉഷ വാര്യർ, സത്യഭാമ എന്നിവർ നസീർ സിനിമകളിലെ അനശ്വര ഗാനങ്ങൾ ആലപിച്ചു. വായനശാല മുറ്റത്ത് ഒത്തുകൂടിയ 100ലേറെ സംഗീതാസ്വാദകർ ഈ ഗാനമേള ഏറ്റുപാടി. ചടങ്ങിൽ പ്രേം നസീറിനെ കുറിച്ചുള്ള ഡോക്യുമെന്ററി പ്രദർശനവും ഗായകർക്കുള്ള ഉപഹാര സമർപ്പണവും നടന്നു. ന്യൂസ് ബ്യൂറോ, CCV ന്യൂസ്.